ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് അജ്മാനിലെ ഡാൻസ് ആൻഡ് ബീറ്റ്സിലാണ്. ഡാൻസ് ആൻഡ് ബീറ്റ്സിൽ ഞാൻ എന്തിനു വന്നോന്നല്ലേ, ഡാൻസ് ആൻഡ് ബീറ്റ്സിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുകയാണ്. എല്ലാവരും കണ്ട ആ മനോഹരമായ ചിത്രമാണ് തുടരും, സൗദി വെള്ളയ്ക്ക. അപ്പം അതിൻ്റെ ഡയറക്ടർ തരുൺ മൂർത്തിയാണ് വരുന്നത്. തരുൺ മൂർത്തിയെ കാണാനും അദ്ദേഹത്തുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും വേണ്ടി കുറച്ച് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഡാൻസ് ആൻഡ് ബീറ്റ്സ് എന്ന് പറയുന്ന ഒരു അക്കാഡമിയാണിത്. അപ്പോൾ ആ അക്കാഡമിയിലേക്ക് നിങ്ങൾക്കും വരാം. വളരെ നല്ല ഒരു ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡാൻസ് ആൻഡ് ബീറ്റ്സിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള ഡീറ്റെയിൽസ് ഇവരോട് തന്നെ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ്? നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു കോഴ്സ് ഫുൾ അവൈലബിൾ ആണ്. പുറത്തോട്ടൊന്നും പോകേണ്ടി വരത്തില്ല. ബോളിവുഡ് ഉണ്ട്, ക്ലാസിക്കൽ ഉണ്ട്, ഇൻസ്ട്രുമെന്റ്സ് വന്നിട്ട് കീബോർഡ്, ഗിറ്റാർ, വയലിൻ അതെല്ലാം ഉണ്ട്. പിന്നെ ആർട്സ് ഉണ്ട്, സുംബ ഉണ്ട്, അതൊരു മിക്സ്ഡ് ബാച്ചും ഉണ്ട്, ലേഡീസ് ബാച്ചും ഉണ്ട്. അതുപോലെ യോഗ ഉണ്ട് കിഡ്സിന്, വലിയ ആൾക്കാർക്ക്. അത് ശരി. ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? നമ്മളിപ്പോൾ 4 months കഴിഞ്ഞു. 4 months ആയി. അജ്മാൻ ഇത് ശരിക്കും അജ്മാൻ്റെ പ്രൈം ലൊക്കേഷൻ ആണോ? എവിടെയാണ് ഇത് കറക്റ്റ്? നമ്മുടെ സ്കൂൾ ഏരിയ ആണ്, പ്രൈം ലൊക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഹാബിറ്റാറ്റ് ഉണ്ട് ഇവിടെ, വൈസ് ഇന്ത്യൻ അക്കാഡമി ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെൻട്രൽ പൊസിഷൻ ആയിട്ടാണിത്. ഓക്കെ. ഏകദേശം ഫ്രീ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഓക്കെ. എനിവേ, ഏതായാലും ഇന്ന് ഇവിടെ ഒരു വലിയൊരു അതിഥി വരികയാണല്ലോ. അതെ അതെ. എന്താണ് ആ ഒരു ഇൻട്രാക്ഷൻ? നമ്മുടെ തരുൺ മൂർത്തി സാർ വരികയാണ്, നമ്മുടെ തുടരും സിനിമയിലെ ഡയറക്ടർ. അപ്പം ആളെ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഇപ്പം. അപ്പം ആളായിട്ട് ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് സംഭവം സെറ്റാക്കി എടുക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പം നിങ്ങളെല്ലാം ഹാപ്പിയാണല്ലേ? തരുൺ മൂർത്തിയെ കാണാനുള്ളൊരു ആകാംക്ഷയിലിരിക്കുകയായിരിക്കും ആണല്ലോ അല്ലേ? ആ, ശരി. നമ്മളെ കാണാനായിട്ടും നമ്മളോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം എല്ലാവർക്കും അറിയാം, എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. പറയുവാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്തെ നവാഗത സിനിമയുടെ പ്രചാരകനാണ് നമ്മുടെ തരുൺ സാർ. കാരണം പലരും ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിച്ച് സിനിമകൾ എടുക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു വണ്ടറായിരുന്നു ഫസ്റ്റ് വന്ന ഓപ്പറേഷൻ ജാവ. അതിലും അത്ഭുതമായിരുന്നു നമുക്ക് അദ്ദേഹം രണ്ടാമത്തെ സൗദി വെള്ളയ്ക്ക, പിന്നെ തുടരും. എല്ലാവർക്കും അറിയാം, തുടരുന്നതിൽ അദ്ദേഹം നമുക്ക് തന്നത് നമ്മുടെ ലാലേട്ടനെ തിരിച്ചു തന്നതാണ് നമ്മുടെ തരുൺ സാർ. അത് ആ ലാലേട്ടനെ തിരിച്ചു കൊടുത്ത് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും തരുൺ സാർ എത്ര നന്ദി പറഞ്ഞാലും ഒട്ടും മതിയാകത്തില്ല. പിന്നെ പറയുവാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്, പേഴ്സണലായിട്ട് അറിയാവുന്ന പറയാം, അദ്ദേഹം നല്ലൊരു അഭിനേതാവ് കൂടിയാണ്. അത് നമ്മൾ കാണാൻ കിടക്കുന്നുള്ളൂ. ഭാവിയിൽ അദ്ദേഹം അഭിനയിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്, പലരും ചിലപ്പോൾ അറിയാൻ കഴിയില്ല, അദ്ദേഹം നല്ലൊരു അധ്യാപകൻ കൂടിയാണ്. ഈ അധ്യാപനത്തിന്റെ അദ്ദേഹം പഠിച്ച എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇന്ന് ദുബായിൽ പ്യൂപ്പ എന്ന ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട്. അത് അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും അറിയാൻ പറ്റും എത്രത്തോളം എഫക്റ്റീവാണ്, എത്രത്തോളം അവർക്ക് ഉപകാരപ്പെടുന്നു. അതിൽ പങ്കെടുത്ത ആൾക്കാരുടെ ഞാൻ ഒരു പ്യൂപ്പ പ്രൊഡക്റ്റാണ്. അപ്പോൾ എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടായതാണ്. അദ്ദേഹത്തിൻ്റെ ആക്ടിംഗ് വർക്ക്ഷോപ്പുകൾ നമ്മൾ നോർമൽ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ കാണുന്ന വർക്ക്ഷോപ്പുകൾ തന്നെ വളരെയധികം മാനസികമായിട്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ അത്രയധികം അതിനകത്ത് ഇൻവോൾവായി നമ്മൾ എന്താ പറയുക ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന വർക്ക്ഷോപ്പുകളാണ് നമ്മുടെ തരുൺ സാറിൻ്റെ. അപ്പോൾ
സത്യത്തിൽ നമ്മുടെ ഈ കലയോടും അല്ലെങ്കിൽ ആക്ടിങ്ങിനോടും ഡയറക്ഷനോടും പിന്നെ ഈ പഠിക്കുന്ന എല്ലാ ആൾക്കാർക്കും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് തന്നെയാണ് പ്രീപെയർഡ് വർക്ക്ഷോപ്പുകൾ. അപ്പോൾ മൂർത്തി സാർ വളരെയധികം നന്ദി. നമ്മുടെ ഈ ചെറിയ ഒരു സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരു 3 മാസമായിട്ടുള്ളൂ. ഫസ്റ്റ് ഞങ്ങളൊരു ഗ്രൂമിങ് സ്റ്റേജാണ്, വളർന്നു വരികയാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലും ഞങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ പേരിലും നന്ദി പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ നമ്മുടെ ഷാജി സാറിന് നമുക്ക് അറിയാവുന്നതാണ്. അവർ 24/7 ഓണറാണ്. ഇവിടുത്തെ അജ്മാൻ എന്ത് പ്രോഗ്രാമും ആൾ കവർ ചെയ്യാറുണ്ട്. ആളുടെ പ്രോഗ്രാംസൊക്കെ നല്ല ഹിറ്റാണ്. അപ്പോൾ നമ്മുടെ ഷാജി സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇന്നത്തെ ഈ സമയത്ത് ഇന്നത്തെ തിരക്കുള്ള ദിവസമാണ്. ഞാൻ വെരി സോറി, നമുക്ക് കൺസേൺ കിട്ടിയത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച എല്ലാവരും വർക്കിംഗ് ഡേ ആണ്. ആ വർക്കിംഗ് ഡേ ഈവനിങ് എല്ലാവരും ഓടി പിടിച്ച് തിരക്കിട്ട് ആ തിരക്കിനിടയിൽ സമയം കണ്ടെത്തി ഇവിടെ എത്തിയ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. It's a deep honor and deep joy to have you here. Thank you. And I'm very thankful to Dance and Beats for giving me this opportunity. Sir, ഒരു ഡയറക്ടർ മാത്രമല്ല, സർ ഒരു കലാകാരൻ, സത്യത്തിൽ ഒരു ശില്പിയാണ്. ആൻഡ് ഓപ്പറേഷൻ ജാവ വരെ സാറിൻ്റെ സിനിമയിലെ ഓരോ ഭാഗങ്ങളും is still in our minds and hearts. Each frame is filled with emotions, truth, and sir, the Global Workshop, I have attended 2 seasons of it, but it's not only about entertainment, it's also about expressing your feelings, learning new lessons, and also another experience on it. And sir, I'm very happy to share the stage with you, sir. Thank you. You're someone who truly made a mark in the Malayalam cinema with vision and brilliance. Thank you. Sir, and Thank sir, welcoming you to Dance and Beats. അപ്പോൾ ഞാൻ ഒത്തിരി ലോങ്ങാക്കുന്നില്ല. Sir, എല്ലാവർക്കും നമസ്കാരം. സന്തോഷം, ഭയങ്കര എന്താ പറയുക, ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയാണ്. ആഫ്റ്റർ തുടരും എന്നുള്ള ഓരോരോ കാര്യങ്ങളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ്. ആ എൻജോയ്മെൻറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഡാൻസ് ആൻഡ് ബീറ്റ്സിലേക്ക് വരുമ്പോഴും നിങ്ങൾ എന്നെ കാണുമ്പം നിങ്ങളുടെ ചുണ്ടിൽ വരുന്ന ചിരിയുണ്ടോ, ആ ചിരി എന്താണെന്നറിയാം. അത് മോഹൻലാൽ എന്ന് പറയുന്നൊരു ഇമോഷണലുള്ള സ്നേഹമാണെന്നറിയാം, അല്ലെങ്കിൽ മലയാള സിനിമയോട് കാണിക്കുന്നൊരു സ്നേഹമാണെന്നറിയാം. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajman.